ലൈവിൽ ആരെങ്കിലും ഉണ്ടോ? ആരെയും കാണുന്നില്ലല്ലോ. ആരെയും കാണുന്നില്ല. Telling your followers. മഹേഷ് ഹായ് ഹായ്. ഒരാൾ മാത്രമേ വന്നിട്ടുള്ളൂ, കാണുന്നില്ലല്ലോ. ഇവിടെ മോൻ ഭയങ്കര ബഹളം. ആരെങ്കിലും ഉണ്ടോ? ഓക്കേ. ഞാൻ ഇപ്പോൾ ലൈവിൽ വരാനുള്ള കാര്യം എന്ന് വെച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സ്കന്ദപുരാണമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പം ഇന്ന് സ്കന്ദപുരാണം എടുക്കണമെന്ന് വിചാരിച്ച് എനിക്ക് കഴിഞ്ഞില്ല. അപ്പം ഞാനൊരു ജോബ് സെർച്ചിങ് ആയിട്ട് ഇങ്ങനെ പോവുമായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് രാവിലെ തന്നെ വരാൻ കഴിഞ്ഞില്ല. അപ്പം ഇന്ന് തൊട്ട് ഇത് തുടങ്ങണം, വീണ്ടും സ്കന്ദപുരാണം പറയണം എന്ന് വിചാരിച്ചാണ്. പിന്നെ കഴിഞ്ഞില്ല. കാരണം യുദ്ധം അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയില്ലായിരുന്നു. ആ ഒരു സാഹചര്യത്തിലൂടെ അല്ലേ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് വരാൻ കഴിഞ്ഞില്ല കേട്ടോ. ഇപ്പം ഞാൻ വന്നിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പല പ്രാവശ്യവും എല്ലാവരോടും പറയാറുണ്ട്, നമ്മുടെ മനുഷ്യജന്മം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് എന്താ പറയുക, ദൈവത്തിലേക്ക് പോവാനുള്ള, അല്ലെങ്കിൽ ആ ഭഗവാനിലേക്ക് പോവാനുള്ള ഒരു ഇതാണ് നമ്മുടെ മനുഷ്യജന്മം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ വീണ്ടും ജനിച്ച് മരിച്ച് ഇങ്ങനെ ജനന മരണ ചക്രങ്ങളിൽ പെട്ട് ഉഴലേണ്ടതല്ല നമ്മുടെ മനുഷ്യ ജന്മം എന്ന് പറയുന്നത്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു മനുഷ്യജന്മം നമുക്ക് തരുന്നത്? നമ്മൾ ആ പരമമായിട്ടുള്ള ആ സത്യം തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ യഥാർത്ഥ ലോകം ഇതല്ല, നമുക്ക് എവിടെയാണ് അവിടെ ഭഗവാനിലൊരു അഭയം, അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ മനുഷ്യജന്മം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇതാണ്, അതിനു വേണ്ടിയിട്ടാണ് നമുക്കൊരു മനുഷ്യജന്മം കിട്ടുന്നത് തന്നെ, അല്ലേ? അപ്പൊ അതാണ് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ലൈഫിൽ ഉണ്ടായ കാര്യങ്ങളും എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഒരു മനുഷ്യജന്മം നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് എന്താ പറയാ, ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കാം. എന്നാൽ കൂടി നമുക്ക് കൂടുതലായിട്ടും നെഗറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങളാണല്ലേ നമുക്ക് ഉണ്ടാവുന്നത്. ഹരേ കൃഷ്ണ, രാധേ രാധേ. അപ്പോൾ എനിക്ക് പേഴ്സണലി വെച്ചാൽ ആദ്യമേ തന്നെ എൻ്റെ ലൈഫ് ഞാൻ നിങ്ങളോട് പറയാം. അപ്പം എനിക്കുണ്ടായ അനുഭവം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെ ഓരോരുത്തരും പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരാണല്ലേ. അപ്പൊ എനിക്ക് നിങ്ങളോടൊന്നും ഒളിയൂല്ല മറയൂല്ല. ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പറയുന്ന ഒരു വ്യക്തിയാണ്. ഞാനത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പറയും. അതാണ് എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പം എൻ്റെ ഞാനെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ജനിച്ചതുപോലെ എൻ്റെ അച്ഛൻ്റെ ഒരു കുടുംബം എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നാടുവാഴി കുടുംബം എന്ന് പറയും. ആ നാടുവാഴി കുടുംബത്തിൽ അവിടെ ഭദ്രദേവിയാണ്. ഞാൻ ഈ ഇടയ്ക്ക് തന്നെ ആ ക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങൾക്ക് ഞാൻ ആ വീഡിയോ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു, അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിൽ. പക്ഷെ അത്രയും വലിയ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു ക്ഷേത്രം, നാടുവാഴികൾ വാഴ്ന്നിരുന്ന ആ ഒരു ക്ഷേത്രം, ആ ഒരു കുടുംബത്തിലെ അംഗമാണ് എൻ്റെ അച്ഛനെന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ അച്ഛൻ ജനിച്ചതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ അച്ചാമ്മ ജനിച്ചതെന്ന് പറയുന്നത് വലിയൊരു ഇതേപോലുള്ളൊരു എന്താ പറയുക, അറയും നിലയും നാലുകെട്ടും ഒക്കെയുള്ള ഒരു കുടുംബത്തിലായിരുന്നു. പിന്നെ ഓരോ തലമുറകൾ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇതെല്ലാം ശോഷിച്ച് എൻ്റെ അച്ഛൻ്റെ ടൈം ആയപ്പോഴേക്കും എൻ്റെ അച്ഛന് ഒന്നുമില്ലാതായി. അപ്പം അച്ഛന് ചെറിയൊരു വീട്ടിലാണ് ജനിക്കാനുള്ള ആ ഒരു ഇതുണ്ടായത്. അപ്പൊ അതാണ് പറയുന്നത്. അപ്പൊ അവിടെയും ഇപ്പൊ നമ്മൾ പറയും അച്ഛന്റെ കുടുംബദേവി ഭദ്രദേവിയാണ്, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടും അച്ഛന്റെ ടൈം എത്തിയപ്പോഴേക്കും അച്ഛന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചെറിയ വീട്ടിലാണ് അച്ഛന് ജനിക്കേണ്ടി വന്നത്. അത് കഴിഞ്ഞ് എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് നല്ല ആലോചനകൾ വന്നതായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, എൻ്റെ അമ്മയ്ക്ക് സ്മില്ലിംഗ് മില്ലിലൊക്കെ ജോലിയുള്ള അത്രയും നല്ല ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെയൊക്കെ ആലോചനയൊക്കെ എൻ്റെ അമ്മയ്ക്ക് വന്നിട്ടുള്ളതായിരുന്നു. പക്ഷേ ഈ ടൈമിൽ
അച്ഛന്റെ ആൾക്കാർ വന്നിട്ട് അമ്മയെ വിവാഹം കഴിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെയും അതൊരു വിധിയുടെ സംഭവമാണ്. കാരണം അമ്മയ്ക്കും അത് ആ ചെറിയ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ അനുഭവിക്കാനുള്ള ഒരു വിധി ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷെ അമ്മയുടെ കുടുംബക്ഷേത്രത്തിൽ ഇരിക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ, ലക്ഷ്മി ദേവിയാണ് അമ്മയുടെ കുടുംബം. ആ ഒരു ഇതിലാണ് പോകുന്നത്. അപ്പം അമ്മയ്ക്ക് വേണമെങ്കിൽ ഈ ഒരു ആലോചന വരുന്നതിന് മുമ്പ് വേറെ ഇത് വന്നപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ കെട്ടാന്ന്, പക്ഷെ അങ്ങനെ കെട്ടിയില്ല. പക്ഷെ ഇവിടെയാണ് വന്നത്. പക്ഷെ അച്ഛന് നല്ല ക്യാരക്ടറാണ്, കുഴപ്പമില്ല. അവർ തമ്മിൽ ഒരു പ്രശ്നം ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഫിനാൻഷ്യലി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് വളർന്നു വന്നിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ എനിക്കായാലും ശരി തന്നെ ഞങ്ങൾ ഫിനാൻഷ്യലി കുറെ ബുദ്ധിമുട്ടി. ഇപ്പം ഒരു ജോബിന് പോയിട്ടുണ്ട്. ജോബിന് പോയാലും നമുക്ക് എന്താ പറയാ, ഈ കാലത്ത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, നമുക്ക് അന്നന്ന് കിട്ടുന്ന ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് മന്ത്ലി ഒരു സാലറി കിട്ടിയാൽ അതെല്ലാം നമുക്ക് ചെലവായി പോകും അല്ലേ. സാധനങ്ങൾ വാങ്ങിയും ഇപ്പൊ സാധനങ്ങൾക്കൊക്കെ വിലക്കയറ്റം വന്ന് എല്ലാ സാധാരണക്കാർക്ക് ജീവിക്കാൻ വളരെയധികം ബുദ്ധിമുട്ട്. അപ്പൊ അങ്ങനെയൊക്കെ തന്നെയാണ് ജീവിച്ചു വന്നത്. അപ്പൊ ആ ഒരു സമയത്ത് സേവ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ഇതാക്കി നമ്മുടെ കാര്യങ്ങൾ നടത്താൻ ഇങ്ങനെയുള്ള ഒരു ഇതൊന്നും മൈൻഡൊന്നും പോയിട്ടില്ല. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതുപോലെ വലിയ ആഡംബരങ്ങളിലോ അല്ലെങ്കിൽ ആഡംബരമായിട്ടുള്ള വീട് വെക്കണമെന്നോ കാറ് മേടിക്കണം ഇങ്ങനെയുള്ള ഒരു മൈൻഡ്, അങ്ങനെ ഒരു തോട്ട് അവർക്കില്ല. മനസ്സിലായി. അപ്പൊ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല. മിക്കവരും എന്തിനു വേണ്ടിയിട്ടാണ് ജോബ് എന്താ പറയാ, അവരുടെ രാവിലെ ജോബിന് പോകുന്നു, പൈസ ഉണ്ടാക്കുന്നു, എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണല്ലേ അവർ ചെയ്യുന്നത്. അപ്പൊ അവരങ്ങനെ ചെയ്തുകൊണ്ട് നടക്കുമ്പോഴത്തേക്ക് അവരുടേതായിട്ടുള്ള കുറെ ടൈമുകൾ അവർക്ക് എവിടെയെങ്കിലും സ്ഥലങ്ങളിൽ പോവാനോ അങ്ങനെയൊന്നും അവർക്ക് സാധിക്കില്ല. അപ്പൊ അതിനുശേഷം പിന്നെ എനിക്ക് എൻ്റെ ലൈഫിൽ പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഒരു 19ാമത്തെ വയസ്സിൽ എനിക്കൊരു പ്രണയിച്ച് വിവാഹം കഴിച്ചു. അപ്പൊ അതിൽ എനിക്കൊരു ഫോൾട്ട് ഉണ്ടായി. അയാളിൽ നിന്നും ഒരുപാട് ദുരിതങ്ങളൊക്കെ അനുഭവിച്ചു. അയാളുടെ വീട്ടുകാരിൽ നിന്നൊക്കെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അന്നും അച്ഛൻ ഗൾഫിൽ പോയിട്ട് വന്ന ആ ടൈമിൽ കുറെ ക്യാഷ് ഉണ്ടായിരുന്നു. ആ ക്യാഷ് വെച്ചിട്ടൊക്കെയാണ് മാരേജ് നടത്തിയത്. അപ്പം അതുകൊണ്ട് തന്നെ, പക്ഷെ ആ മാരേജിൽ എനിക്ക് എന്താ പറയാ, ഒരു രീതിയിലുള്ള സന്തോഷവും സമാധാനവും ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കേസ് പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 5 വർഷമാണ് കോടതി കയറി ഇറങ്ങിയത്. ഞാനും എൻ്റെ അമ്മയും 5 വർഷക്കാലത്തോളം അതിന്റെ കേസിന്റെ പുറകെ നടന്നു. അത് കഴിഞ്ഞിട്ട് കേസെല്ലാം പറഞ്ഞ് ഡിവോഴ്സ് ആയതിനു ശേഷം ഈ ഒരു മാരേജ് കഴിഞ്ഞു. ഇതിലും നോക്കുവാണെങ്കിൽ സ്വസ്ഥതയില്ല. എന്നിട്ട് ഇതും അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ്. പിന്നെ എന്താണ് ഇപ്പം അതുകൊണ്ടാണ് ചില പെൺകുട്ടികളായാലും വിവാഹം കഴിക്കാനായാലും പേടിക്കുന്ന കാര്യം. കാരണം നമുക്ക് അറിയാൻ കഴിയില്ല എങ്ങനെയുള്ളവരാണ് നമ്മൾ വിവാഹം കഴിച്ചുകൊണ്ട് പോകുന്നതെന്ന് അറിയാൻ കഴിയില്ല. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഒരു സ്ത്രീയായിട്ട് ജനിക്കേണ്ട വ്യക്തി അല്ലായിരുന്നു. അത് 100% എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നാള് വന്നിട്ട് ഉത്തരമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ആ ടൈം ഞാൻ എടുത്തു നോക്കുമ്പോൾ എൻ്റെ ടൈമിൽ ശ്രീകൃഷ്ണ ശത പഞ്ചമിയിലാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്. എൻ്റെ ജാതകം അതാണ്. പക്ഷേ ഞാനൊരു ആണായിട്ട് തന്നെയാണ് ജനിക്കേണ്ടത്. പക്ഷെ എന്നെ ഒരു പെണ്ണായിട്ട് ജനിപ്പിച്ചു എന്നുള്ളത്, ഈ ഭൂമിയിലേക്ക് അയച്ചു. അത് എന്തുകൊണ്ട്? അപ്പം നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ദേവീക്ഷേത്രമാണ്. പിന്നെ കുറെ അങ്ങ് പോകുമ്പോഴാണ് വേറെ ക്ഷേത്രങ്ങള്, ശിവക്ഷേത്രം, ശ്രീകൃഷ്ണ ക്ഷേത്രം ഒക്കെ ഉള്ളത്. അപ്പം അതും അവിടെ ഒരു ഫോൾട്ടാണ് അവിടെ ഉണ്ടായത്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷെ ഞാനൊരു എന്താ പറയാ, ഒരു ആൺകുട്ടിയായിട്ട് ജനിച്ചിരുന്നെങ്കിൽ പോലും ചിലപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ ഇതിനേക്കാളിലൊക്കെ ഒരു ഇതെന്ന് പറയുന്നത്, നമ്മൾ ദേവീനെ, ഞാൻ പറഞ്ഞില്ല, ദേവീനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്തും ഈ ഭദ്രകാളി ദേവി, ഭദ്രദേവി, കുടുംബദേവി ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ആ ദേവി തന്നെ ആണല്ലോ അച്ഛന് ചിലപ്പോൾ എന്തെങ്കിലും കർമാസ് കാണും, അല്ലെങ്കിൽ അച്ഛന്റെ തലമുറകൾക്ക് എന്തെങ്കിലും കർമാസ് കാണും. പക്ഷെ ആ ദേവി തന്നെ ആണല്ലോ നമ്മളെ എന്താ പറയാ, ഒരു ചെറിയ വീട്ടിൽ കൊണ്ട് അച്ഛനെ ഇട്ടതും ഈ പറയുന്ന ഇത് തന്നെയാണല്ലോ. അപ്പം അതുകൊണ്ട് കുടുംബദേവീനെ ഇഷ്ടമല്ലെന്നല്ല, നമ്മുടെ ഏതൊരു കാര്യം നടക്കണമെങ്കിലോ കുടുംബദേവി തന്നെ ഉണ്ടാവണം, അതൊക്കെയാണ്. പക്ഷെ പിന്നീട് ഞാൻ ശ്രീകൃഷ്ണ ഭക്തിയിലോട്ട് വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. ഞാൻ അതുകൊണ്ടാണ് പേഴ്സണലി ഞാൻ ശ്രീകൃഷ്ണ ഭക്തിയിലോട്ട് വരാനുള്ള കാര്യം ഇതാണ്.
കാരണം ഞാൻ യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഓരോരുത്തരും ഓരോ ദൈവിക അംശങ്ങളാണ്. എനിക്ക് 100% ഉറപ്പുണ്ട് ഞാൻ ഒരിക്കലും ഒരു ദേവിയുടെ അംശമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നാറുള്ള ഞാനൊരു ശ്രീകൃഷ്ണന്റെ അംശമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്റെ കറക്റ്റ് കാര്യങ്ങൾ ഇതെല്ലാം വയ്ക്കുമ്പോൾ എന്റെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ജനന സമയത്ത് ജനിച്ച ടൈമിലും ശ്രീകൃഷ്ണ പഞ്ചമിയിലാണ് ഞാൻ ജനിച്ചത്. അതുപോലെ എന്റെ നാള് രോഹിണിയാണ് വരേണ്ട, പക്ഷെ അത് ഉത്തരം ആയിപ്പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാനൊരു സ്ത്രീ ആയിട്ട് ജനിച്ചത്. അപ്പൊ ഇതെന്ന് പറയുന്ന ഈ ലോകം എന്ന് പറയുന്ന ഒരു മായാ ലോകമാണ്. കാരണം ഇവിടെ യഥാർത്ഥത്തിൽ ആ ലോകത്ത് ചിലപ്പോ ആണായിട്ട് സ്വരൂപമായിട്ട് നിൽക്കുന്നവരായിരിക്കും ചിലപ്പോ ഈ ലോകത്ത് വന്നിട്ട് പെണ്ണായിട്ട് ജനിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ തന്നെ വേറെ വേർഷനാണ് ത്രിപുര സുന്ദരി എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാവം എന്ന് പറയുന്നത്. അപ്പൊ ഓരോരുത്തരും നമ്മളെല്ലാ മനുഷ്യരും ഓരോരുത്തരും ഓരോ അംശങ്ങളാണ്, മനസ്സിലായോ? അതെല്ലാരും മനസ്സിലാക്കുക എന്നുള്ളതാണ്. പക്ഷെ ഒരുപാട് ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ഞാനായാലും എൻ്റെ വീട്ടുകാരായാലും ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയും വിഷമങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും പലതരത്തിലുള്ള ഇതിലൂടെയും ഞങ്ങൾ കടന്നു വരുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും എങ്ങനെ തന്നെയാണ് പലതരത്തിലുള്ള വിഷമങ്ങളിലൂടെ കടന്നു വന്ന് ജീവിക്കുന്നവരാണല്ലേ. ഓരോരുത്തർക്കും പറയാൻ ഓരോരോ അനുഭവങ്ങൾ ഉണ്ടാവും. ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. ആക്സിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മൂത്തേമ്മയുടെ മോനാണ് വണ്ടി ഓടിച്ച്. അപ്പൊ ഈ വെള്ളം ഇങ്ങനെ വീണ സമയത്ത് ഡോറിൽ കൂടെ വെള്ളം വീണപ്പോ അങ്ങനെ ഇത് തെറ്റിയാണ്, കാണാതെയാണ്, സ്ലിപ്പായി കാറ് മറിഞ്ഞപ്പോ എൻ്റെ മോനും എൻ്റെ കുഞ്ഞമ്മയുടെ 2 മക്കള് അവരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ആക്സിഡന്റ് എനിക്ക് ഉണ്ടായിരുന്നു. ആ ആക്സിഡന്റ് ഉണ്ടായി എന്നെ കിട്ടൂല എന്ന് പറഞ്ഞതാണ്. എനിക്ക് വെറും 28 മണിക്കൂർ എന്തോ ആണ് എനിക്ക് പറഞ്ഞത്. എന്നെ കിട്ടൂല എന്ന് പറഞ്ഞ അത്രയും വലിയൊരു ക്രിട്ടിക്കൽ ആക്സിഡന്റ് വരെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഒരുപാട് ഇപ്പം നമ്മുടെ എന്റെ ലൈഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശരി, എന്തെടുത്ത് നോക്കിയാൽ ഇപ്പൊ ഞാനായാലും ശരി, എന്റെ വീട്ടുകാരെല്ലാം ഒരുപാട് ഞങ്ങള് വിഷമങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ചില സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്തെങ്കിലും കാസ്റ്റ് ചേഞ്ച് ചെയ്താലോ, മതം മാറിയാലോ എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ പറയുന്ന കുറെ പേര് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ദ്രോഹവും ചെയ്തിട്ടുണ്ട്. അപ്പം ഈ കുറെ ഹിന്ദുക്കളിൽ നിന്ന് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ തന്നെ ഞങ്ങളെ ദ്രോഹിച്ചിട്ടുള്ളൂ. അപ്പൊ അതുപോലെ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള, എനിക്കായാലും എൻ്റെ വീട്ടുകാർക്കായാലും ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായത് കൊണ്ടും എപ്പോഴും ചിന്തിക്കുന്ന കാര്യം ഇതാണ്, ഈ ഒരു കാസ്റ്റിൽ വന്നിട്ട് നമുക്ക് ഒരു ഹിന്ദു ആയിട്ട് ജനിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇത്രയും വിഷമങ്ങൾ, ഇത്രയും ട്രാജഡികൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായല്ലോ, അല്ലെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവിക്കേണ്ടി വന്നല്ലോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. മനസ്സിലായി? ഇതിപ്പം എന്റെ മാത്രം അനുഭവമല്ല, ഒരുപാട് പേരുടെ, ഒരുപാട് പെൺകുട്ടികളുടെ, ഒരുപാട് സ്ത്രീകളുടെ, അല്ലെങ്കിൽ ഒരുപാട് പുരുഷന്മാരുടെ, എല്ലാവരുടെയും പലർക്കും പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. എന്നിട്ടും ഇവര് വീണ്ടും വീണ്ടും നമ്മളെ ഇതുപോലെ ചവിട്ടി താഴ്ത്താനാണ് ശ്രമിക്കുന്നത്. നമ്മൾക്ക് ഒരു തരത്തിലും ഉയർന്നു വരാൻ സമ്മതിക്കാത്ത രീതിയിൽ നമ്മളെ ചവിട്ടി താഴ്ത്താനായിട്ട് കുറെ പേര് നമുക്ക് ചുറ്റുമുള്ളതുപോലെ, അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാത്ത ശത്രുക്കള്, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന തന്നെ ശത്രുക്കൾ നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമകരമായിട്ടുള്ള കാര്യം. എന്തിനാണ് അങ്ങനെ മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ട് തങ്ങളുടെ എന്തെങ്കിലും സ്വാർത്ഥപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ പേഴ്സണലി ദ്രോഹിച്ചുകൊണ്ട് എന്തിനാണ് അവരിങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല. അതേസമയം നമ്മളായിട്ട് ഇപ്പം ഞാനായിക്കോട്ടെ, എൻ്റെ അമ്മയായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, ഞങ്ങൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല. ഞങ്ങൾ അവരുടെ ഒരു പേഴ്സണൽ കാര്യങ്ങളിലും ഞങ്ങൾ ഇടപെടുന്നില്ല. ഞങ്ങൾ അവർക്ക് ഇപ്പൊ ഞങ്ങളെ ശത്രുവായിട്ട് കണ്ടാൽ പോലും ഞങ്ങൾ അവരോടൊന്നിനും പോകുന്നില്ല. പക്ഷെ അവര് നമ്മളെ എന്ത് ചെയ്യുകയാണ്, മാക്സിമം ദ്രോഹിക്കാൻ നോക്കുകയാണ്. അതുപോലെ നമുക്കൊരു ഞാൻ പറഞ്ഞ വീട് വെക്കാനായിട്ട് സഹായം ചോദിച്ചു പോയപ്പോഴും നമുക്ക് തന്നിട്ടില്ല. അപ്പം ഈ രീതിയിൽ വേറെ കുറെ പേർക്ക് കൊടുത്തു, നമുക്ക് തന്നിട്ടില്ല. അപ്പം പല രീതിയിൽ നമ്മളെ മാക്സിമം നമ്മളെ ഈ വലിഞ്ഞു മുറുക്കുന്ന രീതിയിൽ നമ്മളെ ഒരു വലയത്തിൽ പെടുത്തിയ പോലെയുള്ള ആ ഒരു ലൈഫിലൂടെയാണ് ഞാനും എൻ്റെ ഫാമിലി ആയാലും ഞങ്ങൾ കടന്നു പോയിട്ടുള്ളത്. ഇപ്പം എൻ്റെ ഫാമിലിയുടെ കാര്യം പോട്ടെ, എൻ്റെ കാര്യം തന്നെ ഞാൻ എടുത്ത് പറയണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഞാനായിട്ട് അങ്ങോട്ട് ചെന്നിട്ട് ആരോട് ഒരു പ്രശ്നത്തിന് ഞാൻ പോകുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ലൈഫിൽ കയറി ഞാൻ അവരെ ഇതാക്കുന്ന ഒരു വ്യക്തി ഒന്നുമല്ല. പക്ഷെ എനിക്ക് ഉണ്ടായ അനുഭവങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അല്ലാതെ ഒരാളെ പോയി അങ്ങോട്ട് ദ്രോഹിക്കാനോ ഒരാളെ പോയി അവരുടെ ഇതിലാക്കാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല. സത്യങ്ങൾ തുറന്നു പറയാറുണ്ട്. അതുപോലെ ഓരോരുത്തർക്ക് ഞാൻ ദൈവത്തിലേക്കുള്ള വഴി അല്ലെങ്കിൽ ഭഗവാനിലേക്കുള്ള വഴി ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. മനസ്സിലായോ? അല്ലാതെ ആരെയും പോയി ഞാൻ ദ്രോഹിക്കാൻ ചെയ്യാറില്ല. അപ്പൊ ഞാൻ പലപ്പോഴും ഞാൻ ചില സമയത്ത് ഞാൻ ഈശോയുടെ കാര്യം ഞാൻ പോലും പറയാറുണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല്, കാരണം നമ്മുടെ ഈ ഹിന്ദുസിൽ തന്നെ ഒരുപാട് നെഗറ്റീവ് പീപ്പിൾസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ. ഹിന്ദുസിലായാലും മറ്റു മതങ്ങളിലും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഇത് കുറച്ച് കൂടുതലാണ്. കുറച്ച് ഇത് പറയാതിരിക്കാൻ വയ്യ. കാരണം എന്തിനാണ് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത്? നമ്മുടെ കൂട്ടത്തിലുള്ളവരെ തന്നെ ഇങ്ങനെ ദ്രോഹിക്കുമ്പോൾ അവർക്കതിൽ നിന്ന് എന്ത് ബെനിഫിറ്റ് ആണ് കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. മനസ്സിലായോ? എന്ത് ബെനിഫിറ്റ് ആണ് അവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളായിട്ട് ആരെയും ഒരു ഇതിൽ പോയില്ലെങ്കിലും നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് നമുക്ക് ചുറ്റും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പരമമായിട്ടുള്ള സത്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ യഥാർത്ഥത്തിൽ ഈ മായ തന്നെയാണ് ഈ ലോകം എന്ന് പറയുന്നത്. നമ്മളെ ഈ മായയിലേക്ക് നമ്മളെ എപ്പോഴും വലിച്ചോണ്ട് പോവാനാണ്, നമ്മളെ ഈ ഉയർന്നു വരാൻ അവർ സമ്മതിക്കാതെ, ഉയർന്നു പോവാനായിട്ട് അവർ വിടാതെ നമ്മളെ വീണ്ടും വീണ്ടും വലിച്ച് ഈ പ്രാരാബ്ദങ്ങളിലേക്കും ഈ കഷ്ടതകളിലേക്കും ഈ എന്താ പറയാ ഈ ദുരിതങ്ങളിലേക്കും നമ്മളെ വലിച്ചുകൊണ്ട് പോകാനാണ് ഇങ്ങനെയുള്ള നെഗറ്റീവ് ശക്തികൾ ശ്രമിക്കുക. അപ്പം അങ്ങനെയുള്ള ഇതിന് നമ്മൾ മൈൻഡാക്കാതിരിക്കുക, അങ്ങനെയുള്ള ഇതിലേക്ക് നമ്മൾ ആ സാഹചര്യങ്ങളിലേക്ക് പോവാതിരിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അതിന് നമ്മൾ എന്താവണം? നമ്മൾ എപ്പോഴും ആ ഭഗവത് ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. നമുക്ക് ഉയരാൻ വേണ്ടിയിട്ടുള്ള ഇത് കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ മറ്റുള്ള നെഗറ്റീവ് പീപ്പിൾസിനെയും നമുക്ക് പലതരത്തിലുള്ള ഉപദേശം തരാനും നമ്മളെ വീണ്ടും ഈ പറയുന്ന എന്താ പറയാ ഈ ലോകത്ത് ഈ ഭൂമിയിൽ വലിച്ചിടാനും വേണ്ടിയിട്ട് പലതരത്തിലുള്ള ആൾക്കാർ കാണും, പലരും കാണും. പക്ഷെ നിങ്ങൾ അതിലൊന്നിലും പോയി വീഴാതിരിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? ഈവൻ ഈ ഒരു ഭൂമിയിൽ നമുക്കൊരു ലൈഫ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ബെറ്റർ ആയിട്ടുള്ള ലൈഫ് ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ലൈഫ് കിട്ടിയിട്ട് ഒരു കാര്യമില്ല. ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട് അല്ലേ? പണം ഇല്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്, ചിലർ ഭക്ഷണം ഇല്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്, പലതരത്തിലുള്ള രോഗങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അപ്പം അതൊക്കെ അവരുടെ കർമാസ് ആയിരിക്കാം. എന്നാൽ കൂടിയും ഈ കർമാസ് ഇല്ലാതാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഭഗവാനെ നമ്മൾ മുറുകെ പിടിക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ പറയുന്ന തരം താഴ്ന്ന രീതിയിലുള്ള ഒരു പീപ്പിൾസ് ആയിട്ട് എനിക്ക് യാതൊരു വിധത്തിലുള്ള ടോക്സും നടത്തേണ്ട ആവശ്യം എനിക്കില്ല. അങ്ങനെ ടോക്സിക് ആയിട്ടുള്ള പീപ്പിൾസിന്റെ യാതൊരു വിധത്തിലുള്ള ഇതും എനിക്ക് അഫക്റ്റ് ആവാൻ ഞാൻ അനുവദിക്കത്തില്ല. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ തന്നെ ഒരുപാട് പേര് ഒന്ന് എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, എനിക്ക് മെസ്സേജ് ഇടുന്നുണ്ട്. പക്ഷെ ഞാനിതൊന്നും നോക്കാറില്ല, എനിക്ക് എന്റെ ആവശ്യമില്ല. മനസ്സിലായോ? ഇങ്ങനെയുള്ള ടോക്സിക് പീപ്പിൾസിനോട് സംസാരിച്ച് എന്റെ വിലപ്പെട്ട സമയം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് തന്നെയാണ് നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട കാര്യം. നിങ്ങൾക്കൊരു ക്വാളിറ്റീസ് ഉണ്ട്. ഇപ്പൊ ഇതില് എത്ര പേര് ഞാൻ ഈ സംസാരിച്ച് കേൾക്കാനായിട്ട് വന്നിരിക്കുന്നുണ്ടോ? നിങ്ങൾക്കൊരു ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോ ഞാൻ ഈ പറയുന്നത് ഇന്ന ഡിവോഷണൽ പറയുന്നൊരു വ്യക്തിയാണെന്നുള്ള രീതിയിൽ നിങ്ങൾ എന്റെ ഈ ഡിവോഷണൽ കാര്യങ്ങൾ കേൾക്കാൻ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു ക്വാളിറ്റി അതിൽ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ വെറുതെ ഈ ടോക്സിക് ആയിട്ടുള്ള പീപ്പിൾസ് നിങ്ങളെ പലതരത്തിലും പല തെറ്റുകളിലേക്ക് അല്ലെങ്കിൽ പല കാര്യങ്ങളിലേക്ക് നിങ്ങളെ വീണ്ടും വലിച്ചുകൊണ്ട് പോവാനും നിങ്ങളെ അടിച്ച് ചവിട്ടി താഴ്ത്തി ഇടാനും വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ടോക്സിക് പീപ്പിൾസ് ശ്രമിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ അതിന് നിന്ന് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിന്ന് കൊടുക്കാതിരിക്കുക. നിങ്ങൾ ആരുമായിട്ടും ഒരു ടോക്സിനും പോവാതിരിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ സംസാരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പീപ്പിൾസിനോട് മാത്രം നിങ്ങൾ സംസാരിക്കുക. അതായത് മീൻസ് നിങ്ങൾ അത്രയും എന്താ പറയുക, നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പോലും അത്രയും നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി അവരുടെ ക്യാരക്ടേഴ്സ് മനസ്സിലാക്കി അവരെങ്ങനെ ഏത് തരത്തിലുള്ളവരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം അവരോട് സംസാരിക്കാൻ പോവാന്നുള്ളതാണ്. മനസ്സിലായോ? അല്ലാതെ നിങ്ങൾ വെറുതെ ഇങ്ങോട്ട് കോള് വരികയാണെങ്കിൽ നിങ്ങൾ പറയണം
നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത്? എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. എനിക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ എനിക്ക് താല്പര്യമുള്ള ആളാണെങ്കിൽ ഞാൻ അങ്ങോട്ട് നിങ്ങളെ വിളിച്ച് എന്തെങ്കിലും ബിസിനസ് പരമായിട്ടുള്ള കാര്യം എന്ത് കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ അങ്ങോട്ട് വിളിച്ച് ഞാൻ സംസാരിക്കും. ഇങ്ങോട്ട് വിളിച്ച് ശല്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അത് ബ്ലോക്ക് ചെയ്ത് നിങ്ങൾ കളയുക, നിങ്ങൾ പോവുക എന്നുള്ളതാണ്. മനസ്സിലായോ? അത് മാത്രം നിങ്ങൾ ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ ഈ ഭൂമിയിലെന്ന് പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഭൂമിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഉയർന്നു വരാനായിട്ട് മിക്ക ആൾക്കാരും ശ്രമിക്കത്തില്ല. നമ്മൾ ഒരാൾ ഉയർന്നു വരുന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ അയാളെ എങ്ങനെയെങ്കിലും ആ ഉയർച്ചയിൽ നിന്ന് വീണ്ടും അയാളെ പഴയ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ചവിട്ടി തേക്കാൻ വേണ്ടിയിട്ട്, വലിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഈ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ, ഈ സമൂഹത്തിലുള്ള പലതരത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ ശ്രമിക്കുകയുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിന്നു കൊടുക്കാതിരിക്കുക, നിങ്ങൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക. ഇവര് വീണ്ടും നിങ്ങളെ ആ മായയിലേക്ക് വലിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സത്യത്തിൽ ഞാനൊരു ആണായിട്ട് ജനിക്കേണ്ട വ്യക്തിയായിരുന്നു. ഞാൻ ശ്രീകൃഷ്ണ അംശമാണ് ഞാൻ. അതെനിക്ക് 100% ഉറപ്പുള്ള കാര്യമാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്തുനിന്ന് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. അതെനിക്ക് 100% ഉറപ്പുള്ള കാര്യമാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ശ്രീകൃഷ്ണ ഭഗവാനെ മാത്രം പ്രാർത്ഥിക്കേണ്ട ആവശ്യമേ എനിക്കുള്ളൂ. 100% എനിക്ക് എൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഈ ഭൂമിയുടെ കാരകയാണ് ദേവി, പിന്നെ കുടുംബദേവിയായിട്ട് വരുന്ന ദേവിയാണ്, അതുപോലെ ശിവഭഗവാനും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവരെയും കൂടെ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അച്ഛനും അമ്മയാണ്, ആ ഒരു സ്ഥാനമാണ് ശിവപാർവതിമാർക്കുള്ളത്. അത് ഓക്കെ, അത് ശരിയായിട്ടുള്ള കാര്യം. അപ്പം എന്തുകൊണ്ടാണ് ഞാൻ ഇത് പറയാനുള്ള കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അമ്മയുടെ വീട്ടിനടുത്ത് തന്നെ കണ്ണേറ്റ് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമാണ്. അവിടെയാണ് എൻ്റെ അമ്മ കൊച്ചുനാൾ മുതലേ പോവുകയും വരികയും പൂവൊട്ടി കൊടുക്കുകയും എല്ലാം ചെയ്യുന്ന അവിടെയാണ്. അതിനുശേഷം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കല്യാണം കഴിഞ്ഞതും ആ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. അതിനുശേഷം എൻ്റെ അമ്മയെ കല്യാണം കഴിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നത് മാത്രമാണ് ഈ ദേവി ക്ഷേത്രം, അടുത്തുള്ള ക്ഷേത്രവും അതുപോലെ എൻ്റെ അച്ഛൻ്റെ കുടുംബ ക്ഷേത്രം എന്ന് പറയുന്ന അവിടെയും ദേവീ ക്ഷേത്രമായിട്ടുള്ളത്. പക്ഷേ അപ്പം ഞാനെന്ന് പറയുന്ന ആ ഒരു സോൾ എന്ന് പറയുന്നത് ആ ഒരു ശ്രീകൃഷ്ണ അംശം. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും ഓരോ അംശങ്ങളായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ദേവിയുടെ അംശമായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ മഹാദേവന്റെ അംശമായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ശ്രീകൃഷ്ണന്റെ അംശമായിരിക്കാം. അപ്പൊ ഇതൊക്കെയാണ് തത്വമസി എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തി നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ആ തത്വമസി, ഈ എന്താ പറയാ, സ്പിരിച്വലിലെ ആ കറക്റ്റ് ഉന്നതിയിലേക്ക് നമ്മൾ വരുന്നത് ആ ഒരു ടൈമിലാണ്. ഇതെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഈ ഭൂമിയിൽ ഉയർന്നിരിക്കുന്ന ഒരാള് പോലെ അല്ല. ഇപ്പം ചിലപ്പോ ജോലി ചെയ്യുന്ന ആളായിരിക്കും, അയാളുടെ സോളായിരിക്കും. ഈ സോൾ പരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ ഭൂമിയിലുള്ള ഭൗതിക കാര്യമായിട്ട് ഇതിന് യാതൊരു ബന്ധവും ഇല്ല. മനസ്സിലായോ? സോൾ പരമായിട്ട് നോക്കുമ്പോൾ അത് വേറൊരു തലമാണ് ആത്മീയത എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം എനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പം എൻ്റെ ആ ഒരു സോൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ശ്രീകൃഷ്ണ അംശം അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ധാമത്തിൽ നിന്ന് വന്നിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അതെനിക്ക് 100% ഉറപ്പുള്ള കാര്യമാണ്. പക്ഷേ ഈ ദേവിയുടെ അടുത്ത് വന്നതുകൊണ്ടാണ് ഈ ദേവി എനിക്ക് മായ തന്നിട്ട് ഞാനൊരു ആണായിട്ട് ജനിക്കേണ്ട എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഇരുന്ന സമയത്ത് എന്നെ ആണായിട്ട് ജനിപ്പിക്കാതെ എന്നെ പെണ്ണായിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നത്. കാരണം ദേവി അങ്ങനെ ചെയ്യാനുള്ള കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേവിക്ക് എന്താ വേണം, തലമുറ നിലനിർത്തണമെന്നോ അല്ലെങ്കിൽ ദേവിക്ക് ഒരു സ്ത്രീ ആയിട്ട് ജനിക്കുമ്പോൾ ഒരു കുഞ്ഞിനെ കല്യാണം കഴിക്കണമെന്നും കുഞ്ഞിനെ പ്രസവിച്ചു കൊടുക്കണമെന്നുള്ള ആ ഒരു തോട്ട് കൊണ്ടായിരിക്കും ദേവി എന്നെ ആണായിട്ട് ജനിപ്പിക്കാതെ പെണ്ണായിട്ട് ഭൂമിയിലേക്ക് ജനിപ്പിച്ചു വിട്ടത്. പക്ഷെ അതിൽ ഒരുപാട് ഫോൾട്ട്സ് അത് ഉണ്ടാവും എന്നുള്ളത് സത്യമായിട്ടുള്ള അത് ദേവി ആ സമയത്ത് ചിന്തിക്കില്ല. ഇതാണ് മായ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മഹാമായയും ഉണ്ട് അതുപോലെ യോഗമായയും ഉണ്ട്. മനസ്സിലായോ? മഹാമായയും ഉണ്ട് അതുപോലെ യോഗമായയും ഉണ്ട്. അപ്പൊ ഈ മായയിൽ നിന്ന് നമുക്ക് രക്ഷ തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാനെ തന്നെ പ്രാർത്ഥിക്കണം. ഇതാണ് ഞാൻ നിങ്ങളോട് പറയാം. ഇതുപോലെ തന്നെ ഒരുപാട് പേര് ഇതുപോലെ ആണായിട്ട് ജനിക്കേണ്ടവർ പെണ്ണായിട്ട് ജനിച്ചവരുണ്ടാവും, പെണ്ണായിട്ട് ജനിക്കേണ്ടവർ ആണായിട്ട് ജനിച്ചവരുണ്ടാവും. മനസ്സിലായോ? എന്നിട്ട് അവരെന്ത് ചെയ്യും? അപ്പൊ ദേവി ഇങ്ങനെ നമ്മളെ പെണ്ണായിട്ട് ഒരു ആണായിട്ട് ജനിക്കേണ്ട ഒരു സോളിനെ പെണ്ണായിട്ട് ജനിപ്പിക്കുമ്പോ ദേവി എന്ത് വിചാരിക്കത്തില്ല, ഇവർക്ക് ഇങ്ങനെ കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്ന ആള് കൊള്ളാത്തവനായിരിക്കും എന്നൊന്നും ദേവി ആ സമയത്ത് അറിയത്തില്ലല്ലോ. പിന്നീട് കൊണ്ടുപോയിട്ട് അനുഭവിക്കുന്ന ആരായിരിക്കും? നമ്മളായിരിക്കും, അല്ലേ? അപ്പൊ അവിടെ നമുക്ക് അതുകൊണ്ടാണ് ഈ ദേവി ഭക്തി മാത്രം ഞാൻ ഇതെടുക്കാതെ ഞാൻ ശ്രീകൃഷ്ണ ഭക്തിയിലും കൂടെ വരാനുള്ള കാര്യം ഇതുകൊണ്ടാണ്.
മനസ്സിലായ? അത് മാത്രമല്ല, ഈ സ്ത്രീകളായിട്ടുള്ള ചില സ്ത്രീകൾ, ഞാൻ മുന്നേ നിങ്ങളോട് വീഡിയോ ചെയ്ത ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ത്രീകളായിട്ടുള്ള ചില സ്ത്രീകൾ ഇതുപോലെ അവരുടെ ശരീരങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ പ്രദർശിപ്പിച്ച് കാണിച്ചുകൊണ്ട് അവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പലതരത്തിലുള്ള കാര്യങ്ങളും ചെയ്യും. അപ്പം അതിൻ്റെ ഇടയിൽ കുറെ നല്ലവരായിട്ടുള്ള സ്ത്രീകളും ഉണ്ട്. അവർക്കാണ് ഇത് കാരണം, ഇങ്ങനെയുള്ള സ്ത്രീകളെ കാരണം കുറെ നല്ലവരായിട്ടുള്ള സ്ത്രീകൾക്കാണ് അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അപ്പം ഇവരെ എല്ലാവരെയും, മറ്റുള്ളവരെല്ലാം ആ ഒരു കണ്ണുകൊണ്ടായിരിക്കും എല്ലാ സ്ത്രീകളെയും കാണുന്നത്. അതും ഒരു പ്രശ്നമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവരോട് തൊഴുത രീതിയിൽ ഞാൻ പറഞ്ഞത്, എല്ലാവരെയും ഒരേ എല്ലാ സ്ത്രീകളെയും ഒരേ കണ്ണോടെ കാണരുതെന്ന് പറഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ തൊഴുതുകൊണ്ട് പറഞ്ഞത്, ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ മ്ലേച്ഛകരമായിട്ട് ഇങ്ങനെ വസ്ത്രങ്ങൾ പബ്ലിക്കായിട്ട് ധരിച്ച് പോസ്റ്റ് ചെയ്യാതെ രഹസ്യമായിട്ട് നിങ്ങൾ പോയി അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇത് ലോകം മൊത്തം കാണുന്നതാണ്, നിങ്ങൾ പബ്ലിക്കായിട്ട് അങ്ങനെ തെറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞത് ഈ സോഷ്യൽ മീഡിയയുടെ ആ ഒരു ഉപയോഗം വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഉണ്ടായത്. അപ്പം ഇതുപോലെ ഒരുപാട് നല്ല സ്ത്രീകളുണ്ട്, ഒത്തിരി നല്ല അമ്മമാരുണ്ട്, സ്ത്രീകളുണ്ട്, ചേച്ചിമാരുണ്ട്, നല്ല ആൺകുട്ടികളായാലും നല്ലവരുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള തലതെറിച്ച തലമുറയിലുള്ള ഇവരിങ്ങനെ ചില പെൺകുട്ടികൾ ഇങ്ങനെ കാണിക്കുന്നത് കാരണം, അല്ലെങ്കിൽ ചില ആൺകുട്ടികൾ ഇങ്ങനെ കാണിക്കുന്നതൊക്കെ കാരണം, ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്തും കാണിക്കുന്നത് കാരണം, ഇതിനിടയിൽ നല്ലവരായിട്ടുള്ള കുറെ ആൺകുട്ടികളും നല്ലവരായിട്ടുള്ള കുറെ പെൺകുട്ടികളാണ് ഇതിൽ പെട്ടുപോകുന്നത്. ഈ നല്ലവരായിട്ടുള്ളവരെയും കൂടി ഇങ്ങനെയുള്ള തെറ്റിലേക്ക് വലിച്ചുകൊണ്ട് പോകാനാണ് ഇങ്ങനെയുള്ള നെഗറ്റീവ്സ് ആയിട്ടുള്ള പിന്നെ എന്താ പറയാ കുട്ടികൾ, അല്ലെങ്കിൽ നെഗറ്റീവ്സ് ആയിട്ടുള്ള പീപ്പിൾസ് ശ്രമിക്കുക. അപ്പൊ എല്ലാവരെയും ഒരു കണ്ണിലൂടെ ആയിരിക്കണം. ഞാൻ തന്നെ പല പ്രാവശ്യം ഞാൻ പുറത്തോട്ട് പോകുന്ന ടൈമിലായാലും ഇപ്പൊ ചിലരുടെയൊക്കെ നോട്ടങ്ങൾ കാണുമ്പോഴും, നമ്മളെ ഒരുമാതിരി നോക്കുന്ന കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും, ഇവര് എല്ലാവരെയും ഒരേ കണ്ണിലാണ് കാണുന്നത്. സ്ത്രീകൾ ചിലർ ഫോണ് നോക്കിയിട്ട് ഫോണിൽ ഇങ്ങനെ നോക്കിയിരിക്കും. ഇപ്പൊ ബസ്സിലൊക്കെ കയറി ചിലർ ഫോണിൽ ഇങ്ങനെ നോക്കിയിരിക്കും. എന്നിട്ട് ഫോണിൽ അവർ ഇതേപോലെയുള്ള പല വയറ് കാണിച്ചുള്ള അല്ലാതെയുള്ള വീഡിയോസ് ഇങ്ങനെയൊക്കെയുള്ള കാണുമായിരിക്കും. കാരണം ഫോണിൽ മൊത്തം തുറന്നു കഴിഞ്ഞാൽ, ഇൻസ്റ്റഗ്രാം നമ്മൾ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ ഇതേ ഉള്ളൂ കാണാൻ. നമുക്ക് നല്ല ഒരു കാര്യങ്ങളും അതിലില്ല. ഇടയ്ക്കിടയ്ക്ക് മാത്രം നല്ല കാര്യങ്ങൾ വരും. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയായിപ്പോയി നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് മിക്കതും. അപ്പൊ എന്നിട്ട് ഇവരിത് കണ്ടിട്ട് അപ്പം നമ്മളവിടെ ഓപ്പോസിറ്റ് കുറച്ച് നല്ല സ്ത്രീകളായിരിക്കും ഇരിക്കുന്നത്, മാന്യമായിട്ട് ഡ്രസ്സ് ചെയ്ത് നമ്മൾ നല്ല രീതിയിലായിരിക്കും ഇരിക്കുന്നത്. ചിലർ ഷാളിടത്തില്ല, ചിലർ ഷാളുകൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പം എന്നിട്ടും ഇവര് ഫോൺ നോക്കിയിട്ട് നമ്മളെയാണ് നോക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവര് വിചാരിക്കുന്നത് എന്തിനാണ്, ആ സമയത്ത് ഇവര് ഫോണിൽ നോക്കുമ്പോൾ ഇവര് വിചാരിക്കും ഇതേപോലെ ആയിരിക്കും ഈ പെൺകുട്ടികൾ എന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്, ആരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. എല്ലാ സ്ത്രീകളും എന്താ പറയാ, ഇതിൽ ഇങ്ങനെ കാണിക്കുന്ന സ്ത്രീകൾ ഇഷ്ടം പോലെ ഉണ്ടാവും എന്ന് കരുതിയിട്ട് എല്ലാ ഇന്ത്യൻ സ്ത്രീകളെ അല്ലെങ്കിൽ എല്ലാ കേരളത്തിലുള്ള സ്ത്രീകളെ ആ ഒരു കണ്ണിൽ കാണരുത് ആരും. ഇതൊരു റിക്വസ്റ്റ് ആണ്. ഇത് ഞാൻ റിക്വസ്റ്റ് ആയിട്ട് മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം മുരുക ഭഗവാന്റെ നാമത്തിലായാലും ശ്രീകൃഷ്ണ ഭഗവാന്റെ നാമത്തിലായാലും ശിവഭഗവാന്റെ നാമത്തിലായാലും ഞാനിപ്പോ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ആ ദയവ് ചെയ്തിട്ട് നമ്മുടെ കറക്റ്റ് ആ ഉരുവത്തിലേക്ക് അല്ലെങ്കിൽ കറക്റ്റ് രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ജന്മം ഭൂമിയിൽ തരിക എന്നുള്ളതാണ്. ഇപ്പം ആണായിട്ട് ജനിക്കേണ്ടവർ ആണായിട്ട് തന്നെ ജനിപ്പിക്കുക, പെണ്ണായിട്ട് ജനിക്കേണ്ടവരെ പെണ്ണായിട്ട് തന്നെ ജനിപ്പിക്കുക, അല്ലെങ്കിൽ ജനിപ്പിക്കാതിരിക്കുക. അവർക്ക് അവിടെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു സ്ഥാനം അല്ലെങ്കിൽ എന്തെങ്കിലും അഭയം അവർക്ക് കൊടുക്കുക. ഇതാണ് എൻ്റെ ഒരു അപേക്ഷ എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നത്. ഞാൻ മാത്രമല്ല, ഇതിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ഒരുപാട് സംഘടനകളുണ്ട്, ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഞാനിപ്പോ അത് ഏതൊക്കെയാണെന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല. പക്ഷെ അവരൊക്കെ പ്രാർത്ഥിക്കുന്നതും അവരൊക്കെ എന്താ പറയാ പ്രെയർ ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം ഇതിനു വേണ്ടിയിട്ട് ചെയ്യുന്നതും എല്ലാം അതിനു വേണ്ടിയിട്ടാണ്. എനിക്ക് തന്നെ ഇപ്പോ തടസ്സമാണ്. ഞാൻ പൊയ്ക്കൊണ്ട ചില സ്ഥലങ്ങളിൽ എനിക്ക് പോവാൻ പോലും കഴിയാത്ത രീതിയിൽ എനിക്ക് തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. മനസ്സിലായോ? ഇവര് ഒരു തരത്തിലും നമ്മളെ എന്താ പറയാ ഒരു വലയത്തിൽ പെടുത്തിയ പോലെ നമ്മളെ വരിഞ്ഞു മുറുക്കുന്ന പോലെ എനിക്ക് പല ടൈമിലും പല കാര്യങ്ങളിലും എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇതിൽ നിന്നെല്ലാം ഈ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് എനിക്ക് പുറത്ത് വന്നേ പറ്റത്തുള്ളൂ. ഇതുപോലെ തന്നെയാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ഇങ്ങനെയുള്ള ടോക്സിക്സ് ആയിട്ടുള്ള പീപ്പിൾസിൽ നിന്ന്, ഇങ്ങനെയുള്ള നെഗറ്റീവ് പീപ്പിൾസിൽ നിന്ന് നല്ലവരായിട്ടുള്ളവർ രക്ഷപ്പെട്ട് വരണം. ഇനിയും ടോക്സിക്കിൽ കിടക്കുന്നവരാണെങ്കിൽ അവരെ കൂടി കറക്റ്റ് ചെയ്യും. നമ്മുടെ മനുഷ്യജന്മം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ഇതിനുള്ള തിരിച്ചറിവ് നൽകിക്കൊണ്ട് അവരെ രക്ഷപ്പെടുത്തണം എന്നുള്ള ആ ഒരു ഇതാണ് മനസ്സാ ഞാൻ ഇപ്പൊ പ്രാർത്ഥിക്കുന്നത്.
എല്ലാ ദൈവങ്ങളും ഉണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങളുണ്ട്. അവരവരുടെ ഓരോ മതത്തിലും അവരവരുടേതായിട്ട് രീതിയിൽ വിശ്വസിക്കുന്ന ദൈവങ്ങൾ, യഥാർത്ഥത്തിൽ അവരുടെ ദൈവങ്ങളും ഉണ്ട്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഈ ദൈവങ്ങൾ എല്ലാവരും തന്നെ ഒരുമിച്ചാണ് നിൽക്കുന്നത്. പക്ഷെ മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ദൈവങ്ങൾക്ക് ഇടപെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. മനുഷ്യരാണ് പരസ്പരം എന്ത് ചെയ്യുന്നത്? പരസ്പരം യുദ്ധം ചെയ്യുന്നതും മനുഷ്യരാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്നത്. പക്ഷെ ഈ ദൈവങ്ങൾ ഒരിക്കലും പരസ്പരം പോരടിക്കുന്നില്ല. അവരിതെല്ലാം മുകളിലിരുന്ന് നോക്കിക്കൊണ്ട് ഈ മനുഷ്യർ ചെയ്യുന്ന ചെയ്തികൾ കണ്ടുകൊണ്ടാണ് അവര് അവിടെ ഇരിക്കുന്നത്. അതെല്ലാരും മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് ഏത് ദൈവങ്ങളായാലും ഏതൊരു ഇതാണെങ്കിലും ഒരു ജനസമൂഹത്തിലേക്ക് നമ്മളെ വിടുമ്പോ എല്ലാവരും ഒത്തൊരുമയോടുകൂടി നല്ല മനസ്സോടുകൂടി ജീവിച്ചു പോവാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് വിടുന്നത്, അല്ലേ? പക്ഷെ ഈ ഭൂമിയിൽ വന്നു കഴിയുമ്പോൾ മനുഷ്യർ തമ്മിൽ എന്താണ് ചെയ്യുന്നത്? മനുഷ്യർ തമ്മിൽ പരസ്പരം യുദ്ധം ഉണ്ടാക്കുന്നു, പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, പരസ്പരം അടിയും വഴക്കും ഉണ്ടാക്കുന്നു, അങ്ങനെ ദ്രോഹിക്കുന്നു, നല്ലവരായിട്ടുള്ളവരെ ദുഷ്ടരായിട്ടുള്ളവരെ ദ്രോഹിക്കുന്നു, അങ്ങനെ പലതരത്തില് ദ്രോഹങ്ങൾ ചെയ്യുന്നു, പാവങ്ങളെ ദ്രോഹിക്കുന്നു, എന്ത് ചെയ്തും പണം സമ്പാദിക്കുന്നു, അങ്ങനെ പലതരത്തിലുള്ള തെറ്റുകൾ ചെയ്യുന്നു, പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, സ്വാർത്ഥപരമായിട്ടുള്ളതുണ്ടാവുന്നു, കരുണയില്ല, സ്നേഹമില്ല, മനുഷ്യത്വം ഇല്ല, ഇതൊന്നും ഇല്ലാതാവുന്നു. എന്താ പറയാ, കടിഞ്ഞാണില്ലാത്ത കുതിരകളെ പോലെയുള്ള ജീവിതം ആവുന്നു. സോഷ്യൽ മീഡിയയിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, തെറ്റുകൾ ചെയ്യുന്നു, ആരും ചോദിക്കാനില്ല, പറയാനില്ല എന്നുള്ള രീതിയിൽ അവർ പലതരത്തിലുള്ള തെറ്റുകൾ ചെയ്തുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ അതെല്ലാം മനുഷ്യരുടെ എന്താ പറയാ, മനുഷ്യരുടെ ആ ഒരു ഇതാണ്. അല്ലാതെ ദൈവങ്ങൾക്ക് മുകളിലിരിക്കുന്ന ദൈവങ്ങളല്ല. ഒരിക്കലും മുകളിലിരിക്കുന്ന ദൈവങ്ങൾ ഒരിക്കലും ഇവരോട് പറയില്ല നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നോ, അല്ലെങ്കിൽ അവരല്ല ഇവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. ഇത് ഈ മനുഷ്യർ തന്നെ സ്വയം ചെയ്യുന്ന കാര്യങ്ങളാണ്. മനസ്സിലായോ? അപ്പൊ അതെല്ലാരും മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്ന ഏത് ഇതിലാണെങ്കിലും നല്ലവരും ഉണ്ട്, അതുപോലെ ടോക്സിക് ആയിട്ടുള്ള പീപ്പിൾസും ഉണ്ട്, കൊള്ളാത്തവരും ഉണ്ട്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് എന്താ പറയാ, എന്തിലും നമ്മൾ ആത്മവിശ്വാസം നമുക്ക് ആദ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഇങ്ങനെയുള്ള ടോക്സിക് ആയിട്ടുള്ള പീപ്പിൾസ് നിങ്ങളുമായിട്ട് ഇതായിക്കൊണ്ട് നിങ്ങളെ വീണ്ടും അവരുടെ ആ ടോക്സിസത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇതിലേക്ക് നിങ്ങളെ വലിച്ചുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് നിന്ന് കൊടുക്കാതിരിക്കുക. നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു വഴി നിങ്ങൾ നോക്കുക. നിങ്ങൾ ആരോടെങ്കിലും നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും അവരെ നിങ്ങൾ മനസ്സിലാക്കുക. 100% അവരെ കുറിച്ച് നല്ലതുപോലെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ സൗഹൃദങ്ങൾ പോലും തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ബിസിനസ് കാര്യങ്ങളായാലും എന്ത് ജോലിപരമായിട്ടുള്ള കാര്യങ്ങളായാലും എന്ത് കാര്യങ്ങളായാലും ശരി തന്നെ നിങ്ങളുടെ രഹസ്യമായിട്ട് വെച്ചിട്ട് നിങ്ങൾ അത് അവരോട് പറയാൻ അവർ യോഗ്യരാണോ എന്ന് കരുതിയിട്ട് മാത്രം നിങ്ങൾ അവരോട് സംസാരിക്കുക. മനസ്സിലായോ? അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അത് പോവാതിരിക്കുക. ഇപ്പം എനിക്ക് തന്നെ ഇവൻ ഒരു ജോബ് വന്നു, എനിക്കതിന് യാതൊരു ഇഷ്ടവും ഇല്ല, എനിക്ക് മനസ്സിന് അതിന് ഇഷ്ടം തോന്നില്ല, അത് കുറച്ചുകൂടെ ഉത്തരവാദിത്തമുള്ള ജോലിയാണ്, അതെനിക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്ക് പേഴ്സണലി അറിയാം, അതുകൊണ്ട് തന്നെ ഞാനത് വേണ്ടെന്ന് വെച്ചു, ഞാൻ ആ ജോലിക്ക് പോകുന്നില്ല. മനസ്സിലായോ? അപ്പം അത് അങ്ങനെ നമുക്ക് തീരുമാനം നമ്മുടേതായിട്ടുള്ള ഓൺ നമ്മുടെ മനസാക്ഷിക്ക് ഇതാവുന്ന രീതിയിലുള്ള നമ്മുടെ നമ്മൾ ചിന്തിക്കണം. അല്ലാതെ മറ്റുള്ളവർ അത് പറയുമോ, മറ്റുള്ളവർ ഇത് പറയുമെന്നല്ല. നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ, നമ്മുടെ സംതൃപ്തി, നമുക്ക് ആ ജോബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം ഉണ്ടാവോ, നമുക്ക് ആ ജോബ് ചെയ്താൽ നമുക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയുന്നുള്ള നമ്മുടെ ആത്മവിശ്വാസം, നമ്മുടെ ഇതുമാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ മറ്റൊരാൾ പറഞ്ഞിട്ട് അയാൾ പറയുന്ന രീതിയിൽ നമ്മൾ എന്താ പറയുക, ഓടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ നിന്നു കൊടുക്കാതിരിക്കുക. നമുക്ക് നമ്മുടെ സ്വന്തമായിട്ട് നമുക്കൊരു അഭിപ്രായം ഉണ്ടാവണം. നമ്മൾക്ക് ഈ കാര്യം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് നല്ലതായിരിക്കുമോ, അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ കഴിയുമോ, നമുക്കതിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുമോ, നമുക്ക് ഇത് ഇഷ്ടമാണോ എന്ന് വിചാരിച്ചതിന് ശേഷം മാത്രം നമ്മുടെ സ്വന്തമായിട്ടുള്ള ഇതിൽ മാത്രം നമ്മളത് ചൂസ് ചെയ്യാന്നുള്ളതാണ്. മനസ്സിലായോ? അല്ലാതെ ഒരാൾ നമുക്ക് ഒരു കാര്യം സജസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിൽ നമ്മൾ പോയിട്ട് പിന്നെ നമ്മൾ ഇതാക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ സംതൃപ്തി
സംതൃപ്തി, നമ്മുടെ മനസ്സിന്റെ സന്തോഷം, നമ്മുടെ മനസ്സിന്റെ സംതൃപ്തി, മനസ്സിന്റെ സമാധാനം, ഇതാണ് നമ്മൾ നോക്കേണ്ടത്. എനിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ അതിനുള്ളൊരു കുറച്ച് ഫിനാൻഷ്യലി കാര്യങ്ങളും സാഹചര്യം ഒത്തുവരാത്തത് കൊണ്ടാണ് അത് ചെയ്യാതിരിക്കുന്നത്. അപ്പം നമുക്ക് ചെയ്യാൻ എന്താണ് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുക, അത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ മറ്റൊരാളുടെ ഇതിൽ പോയിട്ട് നമുക്ക് അത് ഇഷ്ടമില്ലാത്തൊരു, നമുക്ക് മനസ്സിന് സംതൃപ്തി ഇല്ലാത്തൊരു കാര്യം ഒരിക്കലും ചെയ്യാം. ഞാൻ അങ്ങനെയാണ്, എൻ്റെ പേഴ്സണലി എനിക്ക് അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. മനസ്സിലായി? മറ്റുള്ള ആളുടെ കാര്യം എനിക്കറിയില്ല. പിന്നെ ചിലരും മിക്കവരും ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തായാലും മിക്കവരും അവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ജോബ് ചെയ്തായാലും ഒക്കെ ജീവിക്കുന്നവരുണ്ട്. പക്ഷെ എനിക്കത് കഴിയില്ല. പക്ഷെ പൈസ എന്ന് പറയുന്നത് സത്യം, നിങ്ങൾ പറയും എങ്ങനെയുള്ളൊരു ജോലിയാണെങ്കിലും പൈസയാണ് ഏറ്റവും വലുത്, പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ പൈസ എനിക്ക് അങ്ങനെയല്ല. പൈസ അത് ഓക്കെ, അത് വേണം, അത് നമ്മുടെ ആവശ്യമാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ഇപ്പം എനിക്ക് എൻ്റെ വീട്ടുകാരെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും, അങ്ങനെയൊക്കെ കാണും. പക്ഷെ എന്ന് കരുതിയിട്ട് നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. മനസ്സിലായി? ഞാൻ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. നിങ്ങൾ നിങ്ങൾക്കും അങ്ങനെയുള്ളൊരു ഇതുണ്ടാവും. മനസ്സിലായി? അപ്പം ഞാനതാണ് ആലോചിച്ചത്. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ ചിന്തിക്കും, ഞാൻ എൻ്റെ എന്താ പറയാ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരിക്കലും ഭൂമിയിലേക്ക് എനിക്കൊരു ജന്മം വേണ്ട. ഞാൻ അതിനു വേണ്ടിയിട്ട് ഭഗവാനോട് അത്രയും ഞാൻ കരഞ്ഞപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. നിങ്ങളും എല്ലാവരും അതിനു വേണ്ടിയിട്ട് തന്നെയായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനിയും ഈ പറയുന്ന കലികാലത്തിൽ ഇനിയും നമ്മൾ വീണ്ടും ജന്മം എടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ല നമ്മൾ ഏത് സാഹചര്യത്തിലായിരിക്കും ജനിക്കുന്നത്, നമുക്ക് എന്തൊക്കെ ഇനി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ, നമ്മളെ വീണ്ടും ഈ പറയുന്ന ടോക്സിക് പീപ്പിൾസ് നമ്മളെ വലിച്ചുകൊണ്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്, നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് അറിയത്തില്ല നമ്മുടെ കർമാസ് എന്താണോ, ഒന്നും നമുക്ക് അറിയത്തില്ല. കഴിഞ്ഞ ജന്മത്തിൽ എന്തെങ്കിലും കർമാസ് ഉണ്ടോ, നമ്മുടെ തലമുറകൾ ചെയ്തു വെച്ച് എന്തെങ്കിലും കർമാസ് നമുക്ക് എഫക്റ്റ് ആയിട്ടുണ്ടോ, അതുകൊണ്ടാണോ നമ്മൾ ഈ പറയുന്ന ദുരിതങ്ങൾ, ചില പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്, ഇതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് മാക്സിമം നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ചോദിക്കുമ്പോൾ ഒരേ ഒരു കാര്യം മാത്രം നിങ്ങൾ ചോദിക്കുക, എനിക്ക് തരാനുള്ള എൻ്റെ ഇന്ന ആവശ്യങ്ങൾ നിങ്ങൾ പറയുക, ഭഗവാനോട് പറയാം, ഇന്ന കാര്യങ്ങൾ എനിക്കുണ്ട് ഭഗവാനെ, ഇന്ന പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ഇന്ന കാര്യങ്ങൾ നടത്തി തരണം. അതോടൊപ്പം ഈ ജന്മം അവസാനിക്കുമ്പോൾ എനിക്ക് ഭഗവാനിൽ അഭയം തരണേ. എപ്പോഴും ഇത് തന്നെ പ്രാർത്ഥിക്കുക. ഈ കലികാലത്തിൽ നിന്ന് രക്ഷിക്കണേ. ഇനിയിപ്പോൾ സത്യയുഗം വരുന്നുണ്ട്, ആ സത്യയുഗത്തിൽ നമ്മൾ വന്ന് ജനിച്ചാലും പ്രശ്നമില്ല. പക്ഷെ ഈ കലികാലത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കണേ എന്നുള്ള ആ ഒരു അപേക്ഷ ചോദിക്കുക. ഇപ്പൊ തന്നെ യുദ്ധമൊക്കെ ഉണ്ടായി കലികാലത്ത്, നിങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ്. അപ്പൊ ഇനിയിപ്പോ പോകെ എന്തൊക്കെ പ്രശ്നമായിരിക്കും ഉണ്ടാവുന്നത് നമുക്കൊന്നും ഊഹിക്കാൻ കഴിയില്ല. ഇപ്പൊ തന്നെ പുതിയ തലമുറകളെല്ലാം വഴിതെറ്റി സഞ്ചാരമാണ്. വഴിതെറ്റിപ്പോ അവര് മയക്കുമരുന്നൊക്കെ യൂസ് ചെയ്യും, വേറുള്ള രീതിയിലുള്ള അതും പോട്ടെ, ഈ മയക്കുമരുന്ന് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കും പുതിയ തലമുറയിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതാണ്. അപ്പൊ അവരും ഇനി എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. ഇങ്ങനെയുള്ള ടോക്സിക് ആയിട്ടുള്ള പീപ്പിൾസ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടോക്സിക് ആയിട്ടുള്ള തലമുറയിലേക്കാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ആയാലും നമ്മൾ പുറത്തേക്ക് വിടുന്നത്. അതുപോലെ ഒരാളെ മാരേജ് ചെയ്താൽ പോലെ അതിപ്പോൾ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ നമുക്ക് അറിയാൻ കഴിയത്തില്ല ഒന്നും. അപ്പോൾ ആരെയും നമുക്ക് തുറന്നു നോക്കാൻ കഴിയത്തില്ല. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭയം തരണേ ഭഗവാനെ, നമുക്ക് അഭയം തരണേ. ഈ ഒരു കാര്യം മാത്രം ചോദിക്കുക ആ ശക്തിയോട്, ആ ദേവിയോടായാലും ആ ഭഗവാനോടാണ് മാക്സിമം ഭഗവാനോട് പ്രാർത്ഥിക്കുക, ഭഗവാനോട് പറയുക, അഭയം തരണേ ഭഗവാനെ, അഭയം തരണേ. ഈ ഒരവസരത്തിൽ നമുക്ക് അഭയം തരണേ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രം നമ്മൾ പ്രാർത്ഥിക്കുക. മനസ്സിലായി? ആ അഭയത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഇത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഈ കലികാലത്തിൽ നമുക്കിനി ഇത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. മനസ്സിലായോ? ഇതിന്റെ കൂടെ നമ്മൾ ഈ ലൈഫ് ജീവിച്ചു പോവുക, അത് എങ്ങനെയെങ്കിലും ജീവിച്ചു പോവുക. ഇനിയിപ്പോൾ നമ്മൾ ജനിച്ചു പോയി നമുക്ക് ജീവിച്ചേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് നമ്മൾ ജീവിച്ചു പോവുക. ഇപ്പം ഞാൻ പറയട്ടെ, എന്താണ് നമ്മുടെ ക്യാരക്ടർ എന്ന്, നമ്മൾ എന്താണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അത് നമുക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ എന്താണെന്നുള്ളതും നമ്മൾ ആരാണ്, നമ്മൾ എങ്ങനെയുള്ള വ്യക്തിയാണെന്നുള്ളത് നമ്മുടെ സോളിന് നമുക്ക് മാത്രമേ അത് അറിയാൻ കഴിയുള്ളൂ. അത് പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് നമ്മളെ കുറിച്ച് അറിയാൻ കഴിയില്ല. പുറത്ത് നിൽക്കുന്ന ഒരാൾ പറയുന്ന ഒരു ഇതല്ല, ഐഡന്റിറ്റി അല്ല ഒരാളുടെ വ്യക്തി തീരുമാനിക്കുക, ഒരാളുടെ സ്വഭാവം തീരുമാനിക്കുക, അല്ലെങ്കിൽ ഒരാളുടെ ഇതെന്ന് പറയുന്നത്. പുറത്ത് നിൽക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ടോക്സിക് ആയിട്ടുള്ള പീപ്പിൾസ് ആണ്. അവര് എത്ര നല്ലവരായിട്ടുള്ളവരാണെങ്കിലും, എത്ര നല്ലവരായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കൂടിയും ആ വ്യക്തിയെ കുറിച്ച് എന്താ പറയുക, ഇല്ലാത്ത പറയാനും അടിച്ചു താഴ്ത്താനും
മോശം പറയാനോ ആ വ്യക്തിയെ ഉയർന്നു വരാതെ വീണ്ടും താഴ്ത്തിക്കെട്ടാനോ ഈ പുറമേയുള്ള ടോക്സിക് ആയിട്ടുള്ള പീപ്പിൾസ് ശ്രമിക്കുകയുള്ളൂ. അത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ടോക്സിക് ആയിട്ടുള്ള പീപ്പിൾസിന് ആരും ചെവി കൊടുക്കാതിരിക്കുക. അവരൊരു പേഴ്സണായിട്ട് അവരവരുടെ തന്നെ ഉള്ളിലേക്ക് നോക്കുക. എന്നിട്ട് അവരവരുടെ കാര്യങ്ങൾ ചെയ്യുക. അവരുടെ കർമ്മങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുക. അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ മുന്നോട്ട് പോവാം. അതായത് മറ്റുള്ളവരെ നമ്മൾ ആരെയും നമ്മുടെ ഇത് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം നമുക്കില്ല. മറ്റുള്ള ടോക്സിക് പീപ്പിൾസ് അവർ പലതും പറഞ്ഞോട്ടെ, എന്തും കാണിച്ചോട്ടെ, അവരെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഇപ്പം നമുക്ക് ജോബ്, രാവിലെ ജോലിക്ക് പോകുന്നു, ജോബ് ചെയ്ത് പിന്നെ മാസം തോറും സാലറി മേടിച്ച് ജീവിച്ച് അങ്ങനെ കുടുംബം നോക്കി ജീവിച്ചു പോകാനാണെങ്കിൽ അങ്ങനെ ആ ഒരു ലൈഫ് അവർ ജീവിച്ചു പോവുക. മനസ്സിലായോ? അവരുടെ കാര്യം നോക്കി ജീവിച്ചു പോവാന്നുള്ളതാണ്. അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അല്ലാതെ ഈ പറയുന്ന മറ്റൊരു ഇതിലും നമ്മൾ എന്താ പറയാ, മറ്റൊരു ടോക്സിക് ആയിട്ടുള്ള പീപ്പിൾസുമായിട്ട് നമ്മൾ ഒരു ഇതിനും പോവാതിരിക്കാം. നമ്മൾ ആരുമായിട്ടും ഒരു കോണ്ടാക്ട്സും വെക്കാതിരിക്കാം. മനസ്സിലായോ? അവരവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് മുന്നോട്ട് പോവാം. ഞാനും ഇപ്പം അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെയുള്ള ടോക്സിക്സ് നമുക്ക് ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പോലും മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ നമ്മളെ കുറിച്ച് പറയുമ്പോഴും നമ്മളെ പലതരത്തിലും ദ്രോഹിക്കുമ്പോഴും ആണല്ലോ നമുക്ക് ഓരോരുത്തരെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പോവാന്നുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരാളുടെ വേറെ പുറമേയുള്ള ഒരാൾ വന്ന് നിങ്ങളോട് പറയുന്ന ഒരു കാര്യം കേട്ടോ, ഒരു സജഷൻ കേട്ടോ, നിങ്ങൾ അതിൽ തീരുമാനം എടുക്കണം. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഇതുണ്ടാവണം, സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഉണ്ടാവണം, സ്വന്തമായിട്ടൊരു മനസ്സിലൊരു തീരുമാനം ഉണ്ടാവണം. ഏതൊരു കാര്യം തീരുമാനിക്കും സ്വന്തമായിട്ടൊരു ഇതുണ്ടാവണം. മനസ്സിലായി? അത് സക്സസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സക്സസ് ആവാതിരുന്നോട്ടെ, എന്തോ ആയിക്കോട്ടെ, അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷെ നമുക്ക് ശരിയെന്ന് തോന്നുന്ന ഇത് മാത്രം നമ്മൾ ചൂസ് ചെയ്യാന്നുള്ളതാണ്. മനസ്സിലായോ? ഹര ഹര മഹാദേവ, ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ. ഇനി ആരൊക്കെയാ വന്നിട്ടില്ലേന്ന് നോക്കാട്ടോ. കുറെ പേര് വന്നിട്ടുണ്ട്. അച്ചു, ഓസം, നന്ദു, അനു ബാബു, അൻപ്, രഞ്ജിത്ത്, അജി കോക്കോട്, അയ്യപ്പന്റെ നാൾ ഉത്രം. ഞാനും ഉത്രമാണ്. പക്ഷേ ശ്രീകൃഷ്ണ ശതപഞ്ചമിയിലാണ് ഞാൻ ജനിച്ചത്. മിസ്റ്റർ അനന്തു, നന്ദു, ഡെം, രഞ്ജിത്ത്, മിഥുൻ, അച്ചു, അജി കോക്കോട്, റോളിൻസ് ഫ്യൂരിയസ്, കവിൻ, നന്ദു, മഹേഷ്. ഇത്രയും പേരാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ആരും ഇങ്ങനെയുള്ള ടോക്സിക് പീപ്പിൾസിന്റെ കയ്യിൽ അകപ്പെടാതിരിക്കട്ടെ, ഇങ്ങനെയുള്ള മായയിലൊന്നും നമ്മൾ പോയി അകപ്പെടാതിരിക്കട്ടെ. നമുക്ക് ഭഗവാനിലേക്ക് തന്നെ കറക്റ്റ് എത്താൻ സാധിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് ഈ ഒരു അവസരത്തിൽ ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് എല്ലാവർക്കും കഴിയട്ടെ. അതിനു വേണ്ടിയിട്ടും കൂടി നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഇതെന്താണെന്ന് നമ്മൾ തിരിച്ചറിയാനും നമുക്ക് ഭഗവാനിലേക്ക് എത്താനും ആ ഒരു ഇതിനും വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി നിർത്തുകയാണ്. ഹര ഹര മഹാദേവ, ഹരേ കൃഷ്ണ, ജയ് ശ്രീ രാധേ രാധേ.